തൃക്കരിപ്പൂർ ഇളമ്പിച്ചിയിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ ചാക്കുകളിലാക്കി കിണറ്റിൽ തള്ളി. സംഭവത്തിൽ ടൂറിസ്റ്റ് ബസ് ഉടമയ്ക്കെതിരെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പിഴ ചുമത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇളമ്പച്ചിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ മലപ്പുറത്തു നിന്നും എത്തിയ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാരനാണ് ഈ ഹീനകൃത്യം ചെയ്തത്. വിവാഹ ചടങ്ങിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഭക്ഷണം ബസ്സിനുള്ളിൽ വെച്ച് കഴിച്ച ശേഷം അവശിഷ്ടങ്ങൾ 2 ചാക്കുകളിലായി കെട്ടിവെക്കുകയും തുടർന്ന് രാത്രിയോടെ ഈ ചാക്കുകൾ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള കിണറ്റിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. കിണറ്റിന്റെ പരിസരത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ 2 ചാക്കുകളിലായി മാലിന്യം കണ്ടെത്തിയത്. തുടർന്ന് സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതോടെയാണ് രാത്രി 7:20 ടൂറിസ്റ്റ് ബസ്സിലെ ലഗേജ് ക്യാബിൻ തുറന്ന് ചാക്കുകൾ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിടുന്ന ദൃശ്യങ്ങൾ വ്യക്തമായത്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഫായിക്ക സ്റ്റേഡിയത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ചെക്കൻ്റെ വീടാണെന്ന് തോന്നുന്നു, മലപ്പുറമാണ് വീട്. അപ്പോൾ അവരിവിടെ ഒരു ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ബസ് പാർക്ക് ചെയ്ത് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ രാത്രി വരെ ബസ് ഉണ്ടായിന്. പിന്നെ നമ്മൾ സ്ഥിരം ഇവിടെ ഇരിക്കുന്നത് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ബിരിയാണി ഇതെല്ലാം കണ്ട് നമ്മൾ വെറുതെ നോക്കി കിണറിൽ നോക്കുമ്പോൾ കിണറിൽ 2 ചാക്ക് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ തൊട്ടടുത്ത് നിത്യാൻ്റെ CC ക്യാമറ നോക്കുമ്പോൾ ഈ ബസ്സിന് ചാക്കും കെട്ടെടുത്ത് ഇതുണ്ട്. പഞ്ചായത്തിൽ വിളിച്ച് പഞ്ചായത്ത് വണ്ടി 2 പ്രാവശ്യം വന്നു. സംഭവം അറിഞ്ഞ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ടൂറിസ്റ്റ് ബസ് ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. ഇളമ്പച്ചി മിനി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന കിണറാണ് ബസ് ജീവനക്കാരൻ മലീമസമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.